ഹേ ബോയ്സ്, വെൽക്കം ബാക്ക് ടു ഹൈക്രൈൻ മലയാളം. ഈ ഒരു ഡാഷ്ബോർഡ് ഒന്ന് നോക്കി വെച്ചോ, ഈ ഒരു വ്യൂ ഒന്ന് നോക്കി വെച്ചോ. ഇപ്പം നിങ്ങൾ കാണാൻ പോണ ബൈക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് മിസ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ പറയാൻ വന്നത് പറഞ്ഞാൽ ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ ഞാൻ മൊത്തം നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ സ്ക്രാം 411 വന്നിട്ട് അപ്ഡേറ്റ് ആയിട്ട് 440 ആയിട്ട് അവർ റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻജിൻ സ്പെക്ക് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നല്ല രീതിക്ക് അപ്ഡേഷൻസ് ഒക്കെ തന്നിട്ട് സ്ക്രാം 411 വന്നിട്ട് 440 ആയിട്ട് റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് പലർക്കും മിസ് ചെയ്യുന്ന എനിക്കറിയാം. ഇതുണ്ടോ സ്ക്രാമിൻ്റെ 440 പറയുന്ന ഒരു മോഡൽ. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ മിസ് ചെയ്യുന്നു ഉറപ്പായും. നമ്മുടെ പഴയൊരു 411 ആർക്കൊക്കെ മിസ് ചെയ്യണം അതൊന്നും ജസ്റ്റ് കമാൻഡിൽ അറിയിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ 440 പറയുന്ന പുതിയത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രാം 440 റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന് പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ മേജറായിട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്, പിന്നെ പഴയ 411നും ഇപ്പോഴത്തെ 440ക്കും എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത്, ഈ ഒരു 440 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ക്രാം 411 ആയിരുന്നു. ഇപ്പോൾ 440 അപ്ഡേറ്റ് മേജറായിട്ട് തന്നെ റോയൽ എൻഫീൽഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പഴയൊരു വേർഷൻ കേട്ടോ, നിങ്ങൾ കാണണ്ടോന്ന് അറിയില്ല, അവിടെ വെക്കണം. അതിൽ നിന്നും ഇതിലേക്കും പെയിൻറ്റ് സ്കീമിലാണ് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് മേലത്തെ ബോഡിയിൽ നോക്കുമ്പോൾ പെയിൻറ്റ് സ്കീമിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. 5 കളേഴ്സാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 2 വേരിയൻറ്റും. ആ 2 വേരിയൻ്റ് പറയുമ്പോൾ ട്രയലും ഫോഴ്സും പറഞ്ഞിട്ട് 2 വേരിയൻ്റാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന് അലോയ്സോടെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അതായത് ട്യൂബ്ലെസ് വീൽസാണ് നമുക്ക് ഇനി മുതൽ സ്ക്രാമിൽ അവൈലബിൾ ആവുക. ഓക്കെ, അതായത് ഈ ഒരു ട്യൂബ്ലെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് റോഡ് അധികം പോകില്ല, ട്രാവലിങ്ങിന് മാത്രമാണ് വണ്ടി എടുക്കണേ എന്നുള്ള ചിന്താഗതിയാണെന്നുണ്ട് പറഞ്ഞാൽ ഉറപ്പായും ഈ അലോയ് വീൽസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലേ ചെയ്യും. അതായത് ഒരു ട്രിപ്പ് പോകുമ്പോൾ തന്നെ നമ്മുടെ ബൈക്കിന് ടയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പഞ്ചറാവണ കുറച്ച് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സ്പോക്കഡ് വീൽസാണ് പറഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ നമുക്കറിയത്തില്ല, എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ പെടുമ്പോഴായിരിക്കും നമുക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുക. ഓക്കെ, ട്യൂബ്ലെസ് ആണോ വന്നിരിക്കുന്നത്, അതേപോലെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്ന് സെയിം തന്നെയാണ്. അതായത് 100 സെക്ഷൻ ടയേഴ്സ് ഫ്രണ്ടിലും 119 ഇഞ്ച് വീൽസും, പിന്നെ അതേപോലെ 120 സെക്ഷൻ ടയേഴ്സും 17 ഇഞ്ച് വീൽസുമാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വന്നിരിക്കുന്നത്. സിയേറ്റിൻ്റെ സെയിം ഗ്രിപ്പർ പറഞ്ഞിട്ടുള്ള ടയേഴ്സ് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്തത് ഇതിൻ്റെ ബ്രേക്കിങ്ങിൽ നല്ലൊരു രീതിയിലുള്ള ചേഞ്ചസ് കാര്യങ്ങളെല്ലാം റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് റോട്ടർ മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഈ കാലിപ്പേഴ്സിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റൻസ് കുറച്ചുകൂടെ വലുതായിരിക്കും. ഈ ഒരു സെക്ഷൻ മൊത്തം ഇവർ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. റോട്ടറിൻ്റെ ഡിസൈൻസ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിൽ ഇതൊക്കെ റോട്ടിലോട്ട് ഇറക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ റോയൽ എൻഫീൽഡ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റോട്ടേഴ്സിൻ്റെ ഡിസൈൻസ് മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കാലിപ്പേഴ്സിൻ്റെ സൈസ് ഒന്നുകൂടെ കൂട്ടിയിട്ടുണ്ട്. കാലിപ്പേഴ്സിൻ്റെ സൈസും പിന്നെ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഡുവൽ പിസ്റ്റൺ, ഈ ഒരു ഡുവൽ പിസ്റ്റൻ്റെ സൈസും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് പറയുന്നത് ഇതിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസ് ഒന്നുകൂടെ ഇൻക്രീസ് ആയി എന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മേജറായിട്ടുള്ളൊരു ചേഞ്ചസ് ആണ് ഇവൻ്റെ ഈ ഒരു എൻജിൻ ഭാഗം. ഈ ഒരു എൻജിൻ ഭാഗത്തിൽ വന്നിരിക്കുന്നത് പറയുമ്പോൾ 6 സ്പീഡ് ഗിയർ ബോക്സോടെയാണ് നമുക്ക് ഈ ഒരു എൻജിൻ 411 ആയിരുന്നു ഫസ്റ്റ്. ഇപ്പോൾ 443 cc ക്യൂബിക് കപ്പാസിറ്റിയാണ് ഈ ഒരു എൻജിനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 25.4 bhp പവറും 35 Nm ടോർക്കാണ് ഈ ഒരു മാസീവായിട്ടുള്ള എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് വെൽ റിഫൈൻഡ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നിലവിൽ എൻ്റെ ഹിമാലയം വെച്ചിട്ട് നോക്കുമ്പോൾ അതൊരു 120-130 ഒക്കെ മാക്സിമം നമുക്ക് ഒരു അധികം നേരം ഒന്നും ഓടിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമുക്ക് ഒരുമാതിരി വൈബ്രേഷൻസ് ഒക്കെ വന്നു. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് 110-120 അടിപൊളിയായിട്ട് നോർമൽ ആയിട്ട് തന്നെ ക്രൂസ് ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് റബ്ബ് ചെയ്യണം, എന്നാലേ അതിൽ ക്രൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൽ 6th ഗിയറും പാടെ ഉൾപ്പെടുന്നതോളം നമുക്ക് അതേപോലെ തന്നെ CCയും കൂടിയതോടെ നമുക്ക് കുറച്ച്
നല്ല രീതിയിൽ ഹൈവേയിൽ അടിപൊളിയായിട്ട് ക്രൂസ് ചെയ്ത് നടക്കാൻ പറ്റും കേട്ടോ ഇതിൽ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണ്, ഇതിലൊരു സിക്സ്ത് ഗിയറും പാടെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെയൊക്കെ റിവ്യൂ നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെയുണ്ട് ഇതിൻ്റെ എൻജിൻ റിഫൈൻമെൻറ്റ്, എങ്ങനെയുണ്ട് ഇതിൻ്റെ പവറിൽ എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഓടിച്ചിട്ടേ പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ റിഫൈൻഡ് ആണെന്ന് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പഴയ ഈ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ തന്നെ 6 സ്പീഡ് അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്, പവർ ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ലോങ് ട്രാവലിനൊക്കെ ഹൈവേയിൽ പോകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും എഞ്ചിനാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം 440 പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ എൻജിൻ്റെ സൈഡിലുള്ളത്. പിന്നെ അടുത്തൊരു ചേഞ്ച് എന്ന് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് പറയുമ്പോൾ നമുക്ക് പുള്ളോൺ ക്ലച്ച് സൈക്കിളിൻ്റെ ഒന്നുകൂടെ ലൈറ്റർ ആക്കിയിട്ടുണ്ടെന്നാണ് പറയണത്. പക്ഷേ സെയിം അതേ അവസ്ഥയാണ് എൻ്റെ വണ്ടിയിലിരിക്കുന്ന സെയിം അതേ അവസ്ഥയിലുള്ള ക്ലച്ച് കാര്യങ്ങൾ, നല്ല ടൈറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഇതിൽ. പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ മെയിനായിട്ട് ഈ ഫോഴ്സ് ട്യൂബ്ലെസ് തന്നെ നോക്കാൻ പോവുക. പിന്നെ ഓഫ് റോഡും നിങ്ങൾ മാക്സിമം ഓഫ് റോഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണ്. നിങ്ങൾക്ക് ആ ഒരു ഹിമാലയൻ അഫോർഡബിൾ അല്ല എന്നുള്ള കേസിൽ മാത്രം നിങ്ങൾ സ്പോക്ക്ഡ് വീൽസ് എടുക്കുക. അതായത് നോൺ ട്യൂബ്ലെസ് ടയേഴ്സ് വേരിയൻറ്റ് നിങ്ങൾ ട്രയൽ പറഞ്ഞൊരു വേർഷൻ ഇതിൽ അവൈലബിൾ ആണ്, ആ ഒരു വേരിയൻറ്റിലോട്ട് പോവുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹിമാലയനിൽ കണ്ടിരിക്കുന്ന സെയിം ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ഹിമാലയൻ 411 വന്നിരിക്കുന്ന അതേ സെക്ഷൻ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു ഭാഗം മാത്രം ഹിമാലയൻ 411 വന്നിരിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഒരു പോർഷൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ഓക്കെ, സൂപ്പർ മീറ്റിയോറിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സാണ് നമുക്ക് ഇതിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ABS, ഇപ്പോൾ ABS വന്നിട്ട് സ്വിച്ചബിൾ ആക്കിയിട്ടുണ്ട്. ബാക്ക് ABS നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്ക് ABSും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്വിച്ച് ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാസിൻ്റെ ഒരു അവിടെ മുന്നേ നിന്നത് പാസിൻ്റെ ഒരു സ്വിച്ചസ് ആയിരുന്നു, ഇപ്പോൾ പാസ് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെഡ്ലൈറ്റ്, അതായത് ഇപ്പോൾ എല്ലാ റോയൽ എൻഫീൽഡ് വണ്ടികളിലും സൂപ്പർ മീറ്റിയർ പിന്നെ അതേപോലെ ക്ലാസിക് ഇങ്ങനത്തെ എല്ലാ വണ്ടികളിലും വന്നുകൊണ്ടിരിക്കുന്ന സെയിം ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അടിപൊളി. അടുത്തൊരു ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ, അതായത് ഇവിടെ വന്നിട്ട് ഫസ്റ്റൊക്കെ ഇത് ഒടിഞ്ഞു പോകണ കുറച്ച് അധികം വെയിറ്റ് ഒന്നും ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ലഗേജസ് ഒന്നും ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുറേ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് 5 kg വരെ ലോഡ് ചെയ്യാൻ പറ്റുന്നൊരു ടൈല് കാര്യങ്ങളൊക്കെ കേട്ടോ വന്നിരിക്കണം. പിന്നെ അതേപോലെ ഇതിൻ്റെ ശബ്ദത്തിനൊന്നും യാതൊരുവിധ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ കൈ കൊടുത്തൊന്ന് വിടുമ്പോൾ റവേജിട്ടൊന്ന് വിടുമ്പോൾ ജസ്റ്റ് ഒരു പൊട്ടൽ ഒക്കെ അത് ഫീൽ ചെയ്യുന്നത്, അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ശബ്ദത്തിനൊന്നും യാതൊരു വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇതിൽ. ഓക്കെ, എനിക്ക് ശബ്ദമെല്ലാം നോർമലായിട്ട് നമ്മുടെ 411 എങ്ങനെയാണോ ആ ഒരു ശബ്ദം തന്നെയാണോ നമുക്ക് ഇതിലും ഫീൽ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ശബ്ദം ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സെക്ഷൻ വന്നിട്ട് C8ൻ്റെയും ബാക്കും അതേപോലെ തന്നെ C8ൻ്റെയും ഫ്രണ്ടിൽ വന്നിട്ട് 100 സെക്ഷൻ ടയേഴ്സും ബാക്കിൽ 120 സെക്ഷൻ ടയേഴ്സാണ്. 19 ഇഞ്ചസ് വീലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിന് വ്യൂ. അതായത് ലൈറ്റർ ക്ലച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നുകൂടെ ലൈറ്റർ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് റോയൽ എൻഫീൽഡിന്. എനിക്ക് പക്ഷേ അത് തോന്നുന്നില്ല, ലൈറ്റർ അയ്യോന്ന് വലുതായിട്ട് തോന്നുന്നില്ല. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന് ലൈറ്റർ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹണ്ടറിലും പല ബൈക്കിലൊക്കെ സൂപ്പർ മീറ്റിയോറിലും എല്ലാം കണ്ടുവരുന്ന സെയിം ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഇതിലും തന്നിരിക്കുന്നത്. ആ ഒരു RPM മീറ്റർ ഇതിൽ മിസ്സിങ് ആട്ടോ. അത് കാരണം നമുക്ക് RPM ഒന്നും അധികം കാണാൻ പറ്റത്തില്ല. ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം സ്പീഡോമീറ്റർ, ഗിയർ പൊസിഷൻ, ഫ്യൂൽ ഗേജ്, പിന്നെ അതേപോലെ ടൈമർ, ട്രിപ്പ്, ഇതെല്ലാം നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ
അതേപോലെ തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വിച്ച്, പിന്നെ സ്പീഡോമീറ്ററിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വിച്ച് നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലാണ് തന്നിരിക്കുക. പിന്നെ അതേപോലെ ABS മുന്നത്തെ വേർഷനിൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഈ ബൈക്ക് നമുക്ക് അത്യാവശ്യം ഓഫ് റോഡൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ABS ഓഫിങ് സ്വിച്ച് വന്നിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വണ്ടി നിർത്തിയിട്ടിരിക്കുമ്പോഴേ അത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓടുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. നിർത്തി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ സെയിം മുന്നേ കണ്ടുവരുന്ന സെയിം അതേ മിറേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് സൈസ് കൂട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അതിൽ കണ്ടിരിക്കുന്ന അതേ 15 ലിറ്റേഴ്സ് ടാങ്കാണ്. 5 കളേഴ്സാണ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. റോയൽ എൻഫീൽഡ് 5 കളേഴ്സും അതേപോലെ തന്നെ 2 വേരിയൻ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 200 mm ട്രാവലുള്ള ഒരു സസ്പെൻഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 200 mm ഗ്രൗണ്ട് ക്ലിയറൻസാണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓഫ് റോഡ് ഈ ഒരു വണ്ടിയിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ മോണോ ഷോക്ക് വന്നിരിക്കുന്നത് സെയിം അതേ നമുക്ക് ഹിമാലയനിലും പഴയ സ്ക്രാമ്പിലൊക്കെ കണ്ടിരിക്കുക അതേ സെറ്റപ്പ് തന്നെ പോയി. അതിൽ ഒരു യാതൊരുവിധ ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. മാക്സിമം ഓഫ് ഓടുമ്പോൾ നമുക്ക് ഇവർ ചെറിയ കാര്യങ്ങളും കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സേഫ്റ്റി, അതായത് സെൻസേഴ്സ് കാര്യങ്ങളൊന്നും ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഈ ഒരു സംഭവം ഓക്കെ, അതായത് വീഴുമ്പോൾ ഈ ഒരു ബ്രേക്കിൻ്റെ ലിവർ കാര്യങ്ങളൊന്നും പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു ബുഷുണ്ട്, അത് പെട്ടെന്ന് ദ്രവിക്കാണ്ടിരിക്കാനും ഇത് സഹായിക്കും. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ടയേഴ്സ് പറയുമ്പോൾ നമുക്ക് ബാക്കിൽ വരുമ്പോൾ ബാക്കിൽ ഈ ചെറിയ ചെറിയ കല്ലൊക്കെ നല്ല രീതിയിൽ എടുത്ത് എറിയണ ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഇതൊന്നും അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സംഭവം ചെറിയൊരു വീഴ്ചയിൽ തന്നെ ഇത് വളരെ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ അതിനെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് റോയൽ എൻഫീൽഡ്. ഓക്കെ, നൈസാ. ഇതിൻ്റെ ശബ്ദമൊക്കെ ക്രൂസിങ് സ്പീഡിലൊക്കെ നമുക്ക് അടിപൊളിയായിരിക്കുന്നത് ഇതിൻ്റെ ഒരു ശബ്ദം നോക്കാം. പിന്നെ ഇതിൻ്റെ പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം, അതായത് ഹെഡ്ലൈറ്റിൽ വരുന്ന ടോപ്പ് പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം സ്റ്റീലിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിലവിലൊരു ഇൻഫർമേഷൻസ് ആട്ടോ. അതായത് ഒന്നുകൂടെ, അതായത് നമ്മുടെ കേരളത്തിൽ ടോട്ടൽ 500 വണ്ടികൾ സ്ക്രാം 414 ട്രയലും ഫോഴ്സും ഈ 2 വേരിയൻറ്റിലും ഓരോരോ വേരിയൻ്റ് അല്ല 2 വേരിയൻറ്റും ഒന്നിച്ച് ഫസ്റ്റത്തെ 500 പേർക്ക് ഞാൻ പറഞ്ഞ പ്രൈസാണ്. അതായത് 2,50,000 2,60,000 സംതിങ് ആ ഒരു പ്രൈസിലായിരിക്കും ഈ ഒരു വണ്ടി കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 500 ബൈക്ക് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ടോ. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇതിൽ വരാനുള്ള കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് വണ്ടി ഒന്ന് ചരിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ, ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ, ആക്സിഡൻറ്റ് എന്തെങ്കിലും വണ്ടി വീഴുകയോ അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ നമുക്ക് കോൺസെറ്റ് ഇവിടെ ബെയറിങ് നമുക്ക് പോകുന്നുണ്ടോ. അപ്പോൾ അതൊന്ന് പരിഹരിച്ചിട്ടുണ്ടോ ഈ ഒരു മോഡലിൽ നമുക്ക് നോക്കണം. ഈ ഒരു പ്രശ്നമാണ് നമുക്ക് ഇതിൽ മേജറായിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള പ്രശ്നം നമ്മൾ വണ്ടിനെ എങ്ങനെ കെയർ ചെയ്യണോ അത് സംബന്ധിച്ചിട്ടാട്ടോ ഉള്ളത്. പറഞ്ഞല്ലോ, അതായത് ക്ലാസിക് വെച്ചിട്ടൊക്കെ നമ്മൾ ഓഫ് റോഡ് പോകുന്നവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു വണ്ടിയിലോട്ട് മാക്സിമം ഓഫ് റോഡ് എടുക്കണം. ഫ്രണ്ട്സിനൊപ്പം പോയി കഴിഞ്ഞാൽ ഉളുപ്പുണ്ണി ഇങ്ങനത്തെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മാക്സിമം ഓഫ് റോഡ് എടുക്കും. പിന്നെ അങ്ങനത്തെ ഇതിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെറൈനെ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ ഒരു വണ്ടിയിലോട്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ അലോയ് വീൽസൈലും നമുക്ക് ചെറിയ ചെറിയ ഓഫ് റോഡ്സൊക്കെ അടിപൊളിയായിട്ട് ക്യാരി ചെയ്യും. അപ്പോൾ ഇതിലോട്ട് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷൻസും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.